ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഗോബി 65 ആണ്. കോളിഫ്ലവർ 65 നമുക്ക് ചപ്പാത്തിക്ക് അതുണ്ടാക്കാവേ. ഇന്നിപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഒരു 3/4 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ എടുത്ത് നമ്മളത് കട്ട് ചെയ്ത് എങ്ങനെ വെച്ചേക്കുവാണേ, ഓരോ ഇതളായിട്ട് വെച്ചേക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ട് ഉപ്പും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ അതിൽ എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ചാകാനും, പിന്നെ അതുപോലെ ഈ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആവാനും കൂടെ വേണ്ടിയാണ്. 5 മിനിറ്റ്സ് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പം ഇവിടുത്തെ കോളിഫ്ലവറിൽ പുഴുവൊന്നുമില്ല, നാട്ടിലേത് പുഴുവാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മളൊരു 5 മിനിറ്റ്സ് അടച്ചു വെക്കാം. നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാവേ. അതിനായിട്ട് ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇട്ടിട്ടുണ്ട്, അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇനി അടുത്ത വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദ ഇടാം. അങ്ങനെ 2.5 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് ഇത് കിട്ടാനാണ്, ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റവ ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ചേർക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത്, എരിവെള്ള മുളക് പൊടിയാണ് എങ്കിൽ ഇത്രയും 2 ടീസ്പൂണൊന്നും ഇടണ്ട കേട്ടോ. ഇതിപ്പോൾ ഒരു കളറൊക്കെ കിട്ടും നമുക്ക് നല്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ എല്ലായിടത്തും. അത് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന അരിപ്പൊടിയും മൈദയും കോൺഫ്ലവറും ഇപ്പോൾ ഇട്ട ഗരം മസാലയും മുളക് പൊടിയും എല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. കുറച്ച് മതി, ഒരുപാട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു കുത്തലൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. ഇനി ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ്, 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. പുളി ഒരുപാട് വേണ്ട എന്നുള്ളവർ അങ്ങനെ ഒരു 1/2 ഒഴിച്ചാൽ മതി. എന്തായാലും ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കണം. അത് പക്ഷേ എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്താൽ മതി. പിന്നീട് ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണയില്ലേ, നല്ലെണ്ണ ഒഴിച്ചാലും മതി. നല്ലെണ്ണ ഒഴിച്ചാൽ വേറെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പം നല്ലെണ്ണ അല്ല ഒഴിക്കുന്നത്, ചെറുതായിട്ടൊന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് കോളിഫ്ലവർ ഇതിലോട്ടൊന്ന് പിടിക്കട്ടെ. ഇങ്ങനെ ജസ്റ്റ് പെരട്ട്
ഉപ്പ് നോക്കാം, കുറച്ചുകൂടി ഉപ്പ് വേണം. അങ്ങനെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ആവരുത്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് പുരട്ടിയെടുക്കാം. ഇങ്ങനെ നല്ല മിക്സ് ചെയ്ത് എടുത്ത് എന്നാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ മുക്കി പൊരിക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇതിങ്ങനെ ആക്കിയിട്ട് ഈ ഒരു പരുവത്തിലാക്കി ഈ ഒരു കൺസിസ്റ്റൻസിലാക്കിയിട്ട് നമ്മളിങ്ങനെ എല്ലാം കൂടെ കുഴച്ച് വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഒരു 20 മിനിറ്റ്സ്, ഒരു 20 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സവാള പരിപാടിയൊക്കെ ചെയ്യാം. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഫ്രൈയിങ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തങ്ങെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്ന് ഒരു 6 പച്ചമുളക്, മുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ വറുത്ത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോബി 65, ചിക്കൻ 65 എന്നൊക്കെ വരുന്നത്. ചിക്കൻ 65 പോലെ നല്ല ടേസ്റ്റിയാണ്. ഗോബി 65 റെഡി ആയിരിക്കുന്നു. നല്ല ക്രിസ്പിയാണ്, നല്ല സൂപ്പറാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.